കിഡ്സ്, നമ്മളുടെ USS മാത്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നിങ്ങൾ എന്തായാലും പഠിക്കാൻ വിട്ടുപോകരുത് എന്ന് പറയുന്ന ആ ഒരു ഏരിയാസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുക കേട്ടോ. ആൻഡ് ഇത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABCD ഇവ സമാന്തര വരകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ്. ഇതാ നോക്കിയേ, നമ്മളുടെ പാരലൽ ലൈൻസിൽ രണ്ട് പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസിനെ ഇങ്ങനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഇതാ നോക്ക്, ഇങ്ങനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതായത് ഇതിങ്ങനെ തന്നെ ജസ്റ്റ് സൈഡിലൊന്ന് വരച്ചു നോക്കുക. നോക്കിയേ, ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ ഒരു ചെറിയ ആംഗിളും ഒരു വലിയ ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കൾക്ക്? നമുക്ക് 180 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ നമുക്ക് രണ്ട് പാരലൽ ലൈൻസിനെ നമുക്ക് ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് രണ്ടും പാരലൽ ആണ്. ഞാൻ വരച്ചതിൽ വലിയ പാരലൽ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഇവന്മാർ രണ്ടാളും പാരലലാണ്, അവന്മാർ രണ്ടാളും പാരലലാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെയുള്ള ഈ കുഞ്ഞു രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ വലിയ ആംഗിൾ കിട്ടും. ഓക്കെ, ഈ രണ്ട് കുഞ്ഞു ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ വലിയ ആംഗിൾ കിട്ടും. എമ്മിൽ ഈ എം ഇനിയിപ്പോൾ തിരിച്ചിട്ടതാ ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ എം ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഈ എം ഇങ്ങനെ W പോലെ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ ആയിക്കോട്ടെ, ഇതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ഇവന്മാർ രണ്ടാളും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് കുഞ്ഞു ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഉണ്ടാവുന്ന വലിയ ആംഗിൾ ഈ ആംഗിൾ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വെക്കുക. അതുപോലെ തന്നെ മറ്റൊരാളാണ് നമ്മളുടെ Z. നമുക്ക് Z ആയിക്കോട്ടെ, ഇനിയിപ്പോൾ N ആയിക്കോട്ടെ, ഇതിനെ തിരിച്ച് ഇങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നമ്മളുടെ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, നമുക്ക് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വല, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വല, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വല. ഈ ഒരൊറ്റ സാധനം പാരലൽ ലൈൻസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പാരലൽ ലൈൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിൻലി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം. റെഡി? അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ ഏതൊക്കെയായിരിക്കും? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഇനി നോക്കിയൊക്കെ, AQPയും DRSും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. AQP അതായത് ഈ ആംഗിളും DRS എന്താണ്? DRS ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന്. DRSും കൂട്ടിയാൽ കിട്ടുമോ? ഇല്ല അല്ലേ? നമുക്കറിയാം, ഒരു ചെറിയ ആംഗിളും ഒരു മഞ്ഞ ആംഗിളും ഒരു നീല ആംഗിളും കൂടെ കൂട്ടിയാലാണ് 180 കിട്ടുക. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. PQB ഈക്വൽ ടു CRS. PQB എന്ന് പറഞ്ഞാൽ ആരാ? PQB, ദാറ്റ് ഈസ് PQB അത് ഈക്വൽ ടു CRS. CRS ഇത് രണ്ടും ഈക്വൽ അല്ലേ? രണ്ടും മഞ്ഞ കളറിൽ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ആംഗിൾ AQP പ്ലസ് CRS ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. AQP ആരാണ്? നമുക്ക് AQP AQP എന്ന് പറയുന്നത് ഇവൻ AQPയും CRSും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CRS ഇവനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. കറക്റ്റ് ആണ് അല്ലേ? ഒരു നീല ആംഗിളും ഒരു മഞ്ഞ ആംഗിളും ഇവന്മാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 180 ഡിഗ്രിയാണ്. ഇതും കറക്റ്റാണ്. SRD ഈക്വൽ ടു AQR. SRD ആരാടാ? SRD അതായത് SRD അതായത് ഇവനും അതുപോലെ AQRും ഈക്വൽ ആണ്. AQR അതായത് ഇവനും ഈക്വൽ ആണ്. കറക്റ്റ് ആണോ? ഇത് മഞ്ഞ ഇത് നീല ഈക്വൽ ആണോ? അല്ല, ഈക്വൽ അല്ല. സോ ഇതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ്? നമ്മളുടെ 2ഉം 3ഉം ആണ്. 2, 3 മാത്രം ശരിയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്ക്, വളരെ സിമ്പിൾ. ABCD പാരലൽ ആണ്. ഇതാ നോക്ക്, ABയും CDയും പാരലൽ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. എന്നിട്ട് ഇവർ പറയാണ് BMPയും PNDയും 60ഉം 40ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. MPN അതായത് ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിളാണ്. അതാ നോക്ക്, ഇത് കുറേ പണിയിലൊന്നും ചെയ്യേണ്ട. അതാ നോക്ക്, ഇവിടെ ഒരു M മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ USSൽ എത്രത്തോളം ട്രിക്കിലൂടെ ചെയ്യാൻ പറ്റുന്നോ അതാ നല്ലത്. ഇവിടെ M കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഇവനും പാരലൽ ആണെങ്കിൽ ഇത് 60ഉം ഇത് 40ഉം ആണ്. ഇവൻ എന്തായിരിക്കും? 60 + 40 100 ഡിഗ്രി ആയിരിക്കും ഇവൻ. ഓക്കെ, B 100 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേടാ കാര്യം? സിമ്പിൾ അല്ലേ? അടുത്ത നോക്ക്,
നമ്മളുടെ ഫ്രാക്ഷൻസിൽ നിന്നാ. ഫ്രാക്ഷൻസിൽ എപ്പോഴും വലുത് ഏത് ചെറുത് ഏത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവലുണ്ട്. നമ്മളുടെ ഈ ഒരു സിലബസ് മാറിയാലും ഇല്ലെങ്കിലും വലുത് ഏത് ചെറുത് ഏത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ ആദ്യത്തെ 2 ഫ്രാക്ഷൻസ് എടുക്കുക, 3/5 5/7. എന്നിട്ട് നിങ്ങൾ വലുത് ഏത് എന്നാ ചോദിച്ചത്, വലുത് ഏത് എന്നാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ലാർജസ്റ്റ് എന്നാ ചോദിച്ചത്. അപ്പൊ 3 × 7 എത്രയാ, 21. ഇതിന്റെ തലിന്റെ മുകളിൽ എഴുതി. 5 × 5 25. ഇതിന്റെ തലിന്റെ മുകളിൽ എഴുതി. ഇതിൽ ഏതാ വലുത്? ഇതിൽ വലുത് ഇവനാണ്. ഓക്കെ, അപ്പൊ ആ വലുതിനെ ഞാൻ എടുത്തെഴുതിയേ. എന്നിട്ട് അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാണ്, 7/9 കമ്പയർ ചെയ്യാണ്. നോക്ക്, 5 × 9 എത്രയാ, 45 ആണ്. 7 × 7 49. ഏതാ വലുത്? നമുക്കറിയാം, ദാ ഇവനാണ് വലുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 7/9 എടുത്തെഴുതി. ഇനി അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാണ്, 9/10 കമ്പയർ ചെയ്യുക. എങ്ങനെയാ ചെയ്യുക? ഇതുപോലെ തന്നെ 7 × 10 70 ആണ്. 9 × 9 81 ആണ്. ഏതാ വലുത്? 9/10. സോ ദ ആൻസർ ഈസ് 9/10 ആയിരിക്കും. ഇതുപോലെ തന്നെ മക്കൾ ചെയ്തിട്ട് ഇതിൽ സ്മോളസ്റ്റ് ഏത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്മോളസ്റ്റ്, അതായത് ചെറുത് ഏത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ വെറുതെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ USS എക്സാം ആണ്, ഭയങ്കര കുറഞ്ഞ 2.5 മിനിറ്റ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും എഴുതാൻ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ മൈൻഡിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളുണ്ട്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്ക്, വെൻ 4.5 liters of water was poured into a vessel, it filled 3/4 of the vessel. What is the total amount of water that can be filled in the vessel? അതായത് ഒരു പാത്രത്തിൽ 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ, എപ്പോഴും ചോദിക്കുന്ന, ഞാൻ എല്ലാ ലൈവിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാത്രത്തിൽ ഇവരെന്ത് ചെയ്തു, 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചു. 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ പാത്രത്തിന്റെ 3/4 ഭാഗം 3/4 ഭാഗമായി. പാത്രത്തിൽ ആകെ നിറയ്ക്കാവുന്ന വെള്ളം എന്ത്? അപ്പൊ പാത്രത്തിൽ ആകെ നിറയ്ക്കാവുന്ന വെള്ളം, അതായത് വെസലിൽ ആകെ നിറയ്ക്കാവുന്ന വെള്ളത്തിന്റെ 3/4 ഭാഗമാണ് എന്ത്? നമ്മളുടെ 4.5 എന്ന് പറയുന്നത്. ഓക്കെ, പാത്രത്തിൽ നിറയ്ക്കാവുന്ന, വെസലിൽ നിറയ്ക്കാവുന്ന വെള്ളത്തിന്റെ 3/4 ഭാഗമാണ് ഈ ഒരു 4.5 എന്ന് പറയുന്നത്. അതായത് 3/4 പാത്രത്തിൽ നിറയ്ക്കാവുന്ന വെള്ളത്തിന്റെ ആ അളവ് ഈസ് ഈക്വൽ ടു 4.5 ആയിരിക്കും. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ വെസലിൽ നിറയ്ക്കാവുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 4.5 ഹരിക്കണം 3/4 ആണ്. എങ്ങനെയാ ചെയ്യുക? ആദ്യം ഈ ഫ്രാക്ഷൻ ഒന്ന് മാറ്റി എഴുതാം. 4.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, നമ്മുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് എഴുതാം. 4 × 2 8 ആണ്. 8നോട് 1 കൂട്ടിയാൽ 9 ആണ്. 9/2 ഇൻറ്റു നമ്മൾ 3/4 ഞാൻ തിരിച്ചു ചെയ്തു, 4/3. എത്ര വരും? 9 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 എന്ന് പറയുമ്പോൾ 36/6. എത്ര വരും? 6 ആയിരിക്കും. എത്ര ലിറ്റർ ആണ്? 6 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് വെസല്, ടാങ്ക്, ആന, ചക്ക എന്നൊക്കെ പറഞ്ഞു വരലുണ്ട്. എന്ത് വന്നാലും നിങ്ങൾ തളരരുത്, പതറരുത്. ഇനി അടുത്ത് നോക്ക്, ദ ലെങ്ത് ഓഫ് 1 ribbon is 3.5 times the length of another ribbon. What is the fraction of larger ribbon is length of smaller ribbon? ഒരു റിബൺ മറ്റൊരു റിബണിന്റെ നീളത്തിന്റെ 3.5 മടങ്ങാണെങ്കിൽ റിബണിന്റെ നീളം വലുതിന്റെ എത്ര ഭാഗമാണ്? അതായത് മടങ്ങ് തന്നിട്ട് ഭാഗം ചോദിച്ചു, അല്ലെങ്കിൽ ഭാഗം തന്നിട്ട് നിങ്ങളോട് മടങ്ങ് ചോദിക്കും. അതായത് ഇവിടെ നമുക്ക് ടൈംസ് തന്നിട്ട് നിങ്ങളോട് പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഫ്രാക്ഷൻ തന്നിട്ട് ടൈംസ് ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചോദിച്ചു എങ്കിൽ നിങ്ങളോട് എന്താ പറയുന്നത്? നിങ്ങളോട് റെസിപ്രോക്കൽ ആണ്. ഫ്രാക്ഷൻ തന്നിട്ട് ഫ്രാക്ഷൻ തന്നിട്ട് ടൈംസ് കാണാൻ പറഞ്ഞാലും, ടൈംസ് തന്നിട്ട് ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാലും നിങ്ങൾക്ക് തന്നതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 3.5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 3.5 ആദ്യം നമ്മുടെ സ്വന്തം രൂപത്തിൽ എഴുതുക, അതായത് നമ്മുടെ സ്വന്തം ഫ്രാക്ഷൻ ആയിട്ട്. 2 × 3 6 ആണ്. 6നോട് 1 കൂട്ടിയാൽ 7 ആണ്. 7/2. 7/2ന്റെ റെസിപ്രോക്കൽ എന്താ? 2/7 ആയിരിക്കും. ഏതാ ആൻസർ? 2/7. ഇവിടെ ഇവനാണ് ആൻസർ. സിമ്പിൾ അല്ലേ? ഇതൊക്കെ പഠിച്ചു വെക്കണം, ഇതൊന്നും മറന്നു പോകരുത്. ഇനി മറ്റൊന്ന് നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർ കനോട്ട് ബി യൂസ്ഡ് ടു ഡ്രോ ട്രയാങ്കിൾ? ഇതിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തത് ഇതിൽ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം വലിയ വശം എന്ത് ചെയ്യുക? വലുത് നമ്മളൊന്ന് വട്ടിടുക. ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ, തെറ്റിപ്പോവുക അല്ലെങ്കിൽ. അതുകൊണ്ടാണ് മിസ് പറയുന്നത് വലുതൊന്ന് വട്ടിടുക. എന്നിട്ട് ബാക്കി 2 എണ്ണം കൂട്ടുക. 8ഉം 4ഉം കൂട്ടിയാൽ 12 ആണ്. ഈ വലുത് കൂട്ടി കിട്ടുന്നത്, കഷ്ടപ്പെട്ട് കൂട്ടുന്നത് എപ്പോഴും വലുതായിരിക്കണം. അതാണ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത്. എന്താണ്? കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടുന്നത് എപ്പോഴും വലുതായിരിക്കണം. അപ്പൊ ഇതെന്താണ്? വലുതാണ്. ഇനി വലിയ നമ്പർ ഏതാ? 5.
3 4 കൂട്ടിയാൽ 7 കിട്ടി. അപ്പോൾ വലുതാണ് അല്ലേ. വലിയ നമ്പർ ഏതാ? 10. 5 4 കൂട്ടിയാൽ 9 കിട്ടി. 9 ചെറുതാണല്ലോ. സോ ഇതിനോണ്ട് എന്താ പറ്റാത്ത? വരയ്ക്കാൻ പറ്റൂല. ഇനി അടുത്ത് നോക്ക്, ഏറ്റവും വലുത് 15. 13 4 കൂട്ടിയാൽ 27. അത് വലുത് തന്നെ കിട്ടിയത്. അപ്പോൾ വരയ്ക്കാൻ കഴിയാത്ത അളവുകളാണ് ചോദിച്ചത്. കഴിയാത്ത അളവ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവനായിരിക്കും കഴിയാത്ത അളവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയാടാ, ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 27 സെന്റിമീറ്റർ. വാട്ട് ആർ ദ മെഷർമെന്റ് ഓഫ് ഇറ്റ് സൈഡ്? ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 27 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ വശങ്ങളാകാവുന്നവ ഏത് എന്നാ ചോദിച്ചത്. ചുറ്റളവ് 27 ആണെങ്കിൽ വശങ്ങളാകാവുന്നത് ഏത്? ഇത് നിങ്ങൾക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് പഠിച്ചു വെക്കണം. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ഈ ഒരു ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും വശങ്ങൾ. പകുതിയിലും കുറവായിരിക്കും വശങ്ങളെല്ലാം. 27ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 26ന്റെ പകുതി പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ 27ന്റെ പകുതി 13.5. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം 13.5 ചെറുതായിരിക്കണം വശങ്ങൾ. ഇവിടെ ഒക്കെ 13.5 ചെറുതാണ് അല്ലേ. ഇവിടെ 13.5 ചെറുതാണോ? അല്ല, 14 ഉണ്ട്. ഇത് പറ്റൂല. 13.5 ചെറുതാണോ? 15 ഉണ്ട്. ഇത് പറ്റൂല. 13.5 ചെറുതാണോ? 20 ഉണ്ട്. ഇത് പറ്റൂല. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വശങ്ങൾ നമ്മളുടെ ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ ചുറ്റളവ് എന്തായിരിക്കും? ചുറ്റളവിന്റെ പകുതിയേക്കാൾ ചെറുതായിരിക്കും വശങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. റെഡി? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മളുടെ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തരും. 2 3 തന്നിട്ട് ഈ വശങ്ങളാകാവുന്ന സംഖ്യകൾ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 വശങ്ങളെ തമ്മിൽ ഒന്ന് കൂട്ടുക. 2 + 3 എത്രയാ? 5 ആണ്. ഇവന്മാരെ തമ്മിൽ കുറയ്ക്കുക. എത്ര കിട്ടാ? 1 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് 1ന്റെയും 5ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. ആരൊക്കെയാ വരിക? 1ന്റെയും 5ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ 2 3 4. ഈ 3 നമ്പർ മാത്രമേ ഈ മൂന്നാമത്തെ വശം ആവുള്ളൂ. ഇത് വെച്ചിട്ട് പല രീതിയിൽ തിരിച്ചും മറച്ചും ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. തളരരുത്, പതറരുത്. റെഡി? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡെസിമൽ എന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഡെസിമൽ നമ്മളുടെ ഡിവിഷനിൽ കുറേ ചോദിക്കാറുണ്ട്. അതായത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും 0.004 ഡിവൈഡഡ് ബൈ 0.00002. ഇത് നിങ്ങളോട് ചോദിക്കും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അതായത് ഇവിടെ പോയിന്റ് ശേഷം എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 നമ്പർ ഉണ്ട് അല്ലെ. ഇവിടെ പോയിന്റ് ശേഷം എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, രണ്ടിലും പോയിന്റ് ശേഷം ഒരേ നമ്പർ ഓഫ് ആൾക്കാരാക്കുക. അതായത് ഇവിടെ 5 ആൾക്കാരില്ലേ, ഇവിടെ 3 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഇവിടെ 2 0 ഇട്ട് കൊടുത്താൽ എന്തായി? 2 സ്ഥലത്തും 5 ആൾക്കാരായി. പോയിന്റ് ശേഷം 5 ആൾക്കാരായി. ഇനി എന്ത് ചെയ്യുക? ഇനി 2 സ്ഥലത്തും പോയിന്റ് ശേഷം 5 ആൾക്കാരാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. ഇവിടെ പോയിന്റ് ഒഴിവാക്കി എഴുതിയാൽ എന്താ കിട്ടുക? 0 0 0 400. അതായത് 400 ഡിവൈഡഡ് ബൈ, ഇവിടെ പോയിന്റ് ഒഴിവാക്കിയാൽ എന്താ കിട്ടുക? 0 0 0 0 0 0 2. അതായത് 2 400/2 എത്രയായിരിക്കും? 200 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ. അപ്പൊ ഈ ഒരു ഡെസിമൽ ഡിവിഷൻ ആണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് മിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കാറ്. അതുപോലെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചിലപ്പം തരും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്, നിങ്ങൾക്ക് ചിലപ്പം തരും √1024 32 നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോടുള്ള ചോദ്യം, ഇത് ആദ്യം നിങ്ങൾ തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, അങ്ങനെയെങ്കിൽ √10.24 പ്ലസ് √0.1024 പ്ലസ് √0.001024 എത്രയാണ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈ നമ്പേഴ്സ് മാറ്റം ഉണ്ടാവും. ഇതുപോലെ തന്നെ ആയിരിക്കും സാധനം ഉണ്ടാവുക. അതായത് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എഴുതി നോക്ക്. പോയിന്റ് ഒഴിവാക്കിയ റൂട്ട് കണ്ടാൽ എത്ര ഉണ്ടാവുക? പോയിന്റ് ഒഴിവാക്കിയ റൂട്ട് കണ്ടാൽ √1024 എത്ര തന്നെ? 32 തന്നെ. ഇവിടെയും പോയിന്റ് ഒഴിവാക്കിയാൽ √1024 32 തന്നെ. ഇവിടെയും റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ √1024 32 തന്നെ. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? ഇനി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ പോയിന്റ് ശേഷം എത്ര നമ്പർ ഉണ്ട്? 2 നമ്പറാണ് അല്ലെ. പോയിന്റ് ശേഷം എത്ര നമ്പറാണ്? 2 നമ്പറാണ്. അങ്ങനെയെങ്കിൽ റൂട്ടിൽ എത്ര നമ്പർ ഉണ്ടാവുക അറിയോ? 1 നമ്പറാണ് പോയിന്റ് ശേഷം ഉണ്ടാവുക. അതായത് 1 നമ്പർ മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്തു, 3.2. ഇനി നോക്ക്, ഇവിടെ പോയിന്റ് ശേഷം 4 നമ്പറാണ്. അങ്ങനെയെങ്കിൽ റൂട്ടിൽ എത്ര നമ്പർ ഉണ്ടാവും? 2 നമ്പർ. ഇവിടെ 2 നമ്പർ ആണെങ്കിൽ 1 നമ്പർ. ഇവിടെ പോയിന്റ് ശേഷം 4 നമ്പർ ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? 2 നമ്പർ. അപ്പൊ 2 നമ്പർ മാറ്റിയിട്ട് മിസ് എന്ത് ചെയ്തു? പോയിന്റ് ഇട്ടു. അതായത് 0.32. ഇവിടെ നോക്ക്, പോയിന്റ് ശേഷം എത്ര നമ്പറാ? 1 2 3 4 6 നമ്പർ.
നമ്പറാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റൂട്ടിൽ എത്ര ഉണ്ടാവും കിട്ടിയ ആൻസറിൽ? ഇതിന്റെ പകുതി നമ്പർ 3 നമ്പർ, അതായത് 3 നമ്പർ മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ ആകെ 2 നമ്പറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കും, അതായത് 3 നമ്പർ ആക്കി. 3 നമ്പർ മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്തു, അതായത് 0.032. എന്നിട്ട് ഇവന്മാരെ 3 ആളെയും ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് നോക്ക്, 3.2. പോയിന്റ് ഒരുപോലെ വരുന്ന വരിയായിട്ട് വരുന്ന രീതിയിൽ എഴുതണം കേട്ടോ. 0.32. ഇനി അടുത്തത് എന്താണ്? 0.032. എങ്ങനെയാ വരിക? 2 3ഉം 2ഉം 5 ആണ്. 3ഉം 2ഉം 5 ആണ്. പോയിന്റ് 0.03 ആണ്. അതായത് 3.552 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. റെഡി? ഇങ്ങനെയാണ് കണ്ട്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ പ്രതീക്ഷിച്ചോ? നിങ്ങൾ പഠിക്കാൻ മറന്നു പോവരുത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അനുവും കണ്ണനും 2200 രൂപ 3:8 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു. അനുവിന് എത്ര രൂപ കിട്ടി? അനു ആൻഡ് കണ്ണൻ ഡിവൈഡഡ് 2200 rupees in the ratio 3:8. How much rupees did Anu get? അതായത് ഇത്രയേ ഉള്ളൂ. അനുവും കണ്ണനും തമ്മിലുള്ള റേഷ്യോ എന്താണ്? അനു ഈസ് കണ്ണൻ എന്ന് പറയുന്നത് എത്രയാണ്? 3:8 ആണ്. അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് എന്താ അറിയോ? 3:8 ആണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതാ നോക്ക്, ആകെ എത്രയുണ്ട്? ആകെ എത്ര ഭാഗമുണ്ട്? 3ഉം 8ഉം 11 ഭാഗമുണ്ട്. 11 ഭാഗത്തിൽ എത്ര പൈസ എടുത്തു കഴിഞ്ഞാലും 11ൽ 3 ഭാഗം അനുവിന് കിട്ടും, 11ൽ 8 ഭാഗം കണ്ണന് കിട്ടും. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഡിഡ് അനു ഗെറ്റ്? 2200 രൂപയാണ് ഡിവൈഡ് ചെയ്തെങ്കിൽ അനുവിന് എത്ര കിട്ടുന്നു? അനുവിന് എത്ര കിട്ടുക? 2200ന്റെ 11ൽ 3 ഭാഗം. അനുവിന് എത്രയാ കിട്ടുക? 2200ന്റെ 11ൽ 3 ഭാഗം ഓഫ് 2200. ഓക്കെ, ഇനിയിപ്പോ കണ്ണൻ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? കണ്ണൻ ഇസ് ഈക്വൽ ടു 11ൽ എത്ര ഭാഗമാണ്? 8 ഭാഗം ഓഫ് 2200. ഇനി എങ്ങനെയാ ചെയ്യാ? എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും ഈ 2200/11 മിക്കവാറും ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ള നമ്പർ ബൈ ഇവിടെ ഉള്ള നമ്പർ മിക്ക പ്രോബ്ലത്തിലും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പ്രോബ്ലം ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് അങ്ങനെ ഇതിൻ്റെ മുകളിൽ വരുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ പ്രോബ്ലം ആണെങ്കിൽ സിമ്പിളായിട്ട് 2200/11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ആണ്. അപ്പോൾ 3 × 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 ആയിരിക്കും ആൻസർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഇവന്മാർ രണ്ടാളെയും ഗുണിക്കുക, എന്നിട്ട് ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ എത്രയാണ് ആൻസർ? 600 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിൾ അല്ലേ കാര്യം? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദർ ഈസ് എ മിക്സ്ചർ ഓഫ് 12 liters ഓഫ് ബ്ലൂ പെയിൻ ആൻഡ് 7 liters ഓഫ് യെല്ലോ paint. How many more liters of yellow paint added to this mixture make the ratio 2:3? 12 ലിറ്റർ നീല പെയിന്റും 7 ലിറ്റർ മഞ്ഞ പെയിന്റും ചേർത്ത് ഉണ്ടാക്കിയ മിശ്രിതത്തിൽ എത്ര ലിറ്റർ മഞ്ഞ പെയിന്റ് കൂടി ചേർത്താൽ നീല പെയിന്റും മഞ്ഞ പെയിന്റും തമ്മിലുള്ള റേഷ്യോ 2:3 ആകും? അതായത് ആദ്യം തന്നെ നിങ്ങൾ എഴുതി വെക്കുക, റേഷ്യോ എത്രയാണ്? 2:3 ആണ്. നമ്മൾ എന്തൊക്കെയാ ചേർത്തിട്ടുള്ളത്? നമ്മൾ ചേർത്തത് എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് 12 ലിറ്റർ എന്തുണ്ട്? നീല പെയിന്റ്, അതായത് ബ്ലൂ പെയിന്റും 7 ലിറ്റർ മഞ്ഞ പെയിന്റുമാണ്. അപ്പൊ ഇവരെന്താ നമ്മളോട് ചോദിച്ചത്? എത്ര ലിറ്റർ മഞ്ഞ പെയിന്റ് കൂടി ചേർക്കണം? ഈ മഞ്ഞ പെയിന്റ് എത്രയും കൂടെ ചേർക്കണം എന്നാ ചോദിച്ചത്. അപ്പൊ ഈ ബ്ലൂവിന്റെ പെയിന്റിൽ ഒരു മാറ്റവും, ബ്ലൂ പെയിന്റിൽ ഒരു മാറ്റവും 12 ലിറ്റർ ബ്ലൂ തന്നെ, അതിലൊരു മാറ്റവും വരുത്തുന്നില്ല. യെല്ലോ പെയിന്റ് ആണ് എക്സ്ട്രാ എന്തോ ഒന്ന് അവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ ബ്ലൂ പെയിന്റിന്റെ അങ്ങനെ തന്നെ എഴുതുന്നത്. അതായത് ഇവിടെ ഉള്ള സാധനം എന്താണ്? നമ്മളുടെ എന്ത് തമ്മിലുള്ള റേഷ്യോ ഉള്ളത്? നീല പെയിന്റും മഞ്ഞ പെയിന്റും. അതായത് ബ്ലൂ ഈസ് യെല്ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ 2:3 ആണ്. അതിൽ ബ്ലൂ 12 തന്നെയാണെങ്കിൽ യെല്ലോ എത്രയായിരിക്കും ഉണ്ടാവുക? യെല്ലോ എത്രയായിരിക്കും ഉണ്ടാവുക? ബ്ലൂ 12 ആണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2 എങ്ങനെ 12 ആയി? × 6 ചെയ്തപ്പം. അങ്ങനെയെങ്കിൽ 3 × 6 ചെയ്താൽ ഇവിടെയുള്ള നമ്പർ കിട്ടും. എത്രയാ വരിക? 18. അപ്പോൾ 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വേണമെങ്കിൽ ഇവിടെ യെല്ലോ പെയിന്റ് എത്രയാണോ? 18 ലിറ്റർ വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ കാര്യം. 7 ലിറ്റർ ആണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് എത്രയും കൂടെ ചേർത്താൽ 18 ആവും. 7 ലിറ്റർ ആണുള്ളത്, എത്രയും കൂടെ ചേർത്താൽ 18 ആവും. നമുക്ക് 11 ലിറ്ററും കൂടെ ചേർത്താൽ 18 ആവും. സിമ്പിൾ. ഇനി അടുത്ത കേസ് നോക്ക്. നമ്മളുടെ ഈ ഒരു ഷോർട്ട് ഹാൻഡ് മാത്തിൽ മക്കൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാ, മൈനസ് പ്ലസിന് ബിക്ക് ഈക്വൽ ആണ്. ഈ 4 ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ഷോർട്ട് ഹാൻഡ് മാത്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ലൈവിലൊക്കെ. ലൈവ് മിസ് ചെയ്യരുത് കേട്ടോ, എല്ലാ ലൈവും കാണണേ. അപ്പോൾ അതാ നോക്ക്,
പ്ലസ് നമ്മൾ പോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ, പോസിറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഉള്ളതും സെയിം സൈൻ ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. നല്ല സിമ്പിളാണ്. അതായത് പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, ഇവിടെ ഓക്കെ ഇവിടെയും പോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലസ് മൈനസ് ആണെങ്കിലും ഇവിടെയും പ്ലസ് മൈനസ്. ഓക്കെ, പക്ഷെ നെഗറ്റീവ് അടിച്ച ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് മൈനസ് ആണെങ്കിൽ ഇവിടെ എന്താവും? മൈനസ് പ്ലസ് ആവും. അതായത് നമുക്ക് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് പ്ലസ് ആവും, അല്ലെങ്കിൽ മൈനസ് പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും. അതായത് ഇവന്റെ സൈന് ഇവനും പോരും, ഇവന്റെ സൈന് ഇവനും പോരും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് സൈഡിൽ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോവാ കേട്ടോ. റെഡി? അടുത്ത നോക്ക്, നമ്മളുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ ഫാക്ടേഴ്സ് കാണാൻ ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് കാണാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കവാറും തരും എങ്ങനെയായിരിക്കും അറിയാം, 8² × 2³ ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ നേരെ എടുത്ത് നിങ്ങൾ എങ്ങനെ ചെയ്യും? സിമ്പിൾ. 2നോട് 1 കൂട്ടിയാൽ 3, 3നോട് 1 കൂട്ടിയാൽ 4, 3 × 4 12 ഫാക്ടേഴ്സ്. ഇങ്ങനെ എഴുതുക. ഇത് പൊട്ടത്തെറ്റാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ താഴെയുള്ള ബേസിലുള്ള ആൾക്കാർ പ്രൈം നമ്പർ അഭാജ്യസംഖ്യകൾ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ അങ്ങനെ പോയി എഴുതരുത്. അപ്പോൾ ഇത് അഭാജ്യസംഖ്യകളാക്കാൻ നമ്മളുടെ എന്താ മാർഗം? 8 നിങ്ങൾ നോക്ക്. 8നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2. അതായത് 8നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2³ എന്ന് എഴുതാം. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ? ആ 2³ ഞാൻ എന്ത് ചെയ്തു? ഹോൾ സ്ക്വയർ എന്നിട്ട് കൊടുത്തു, × 2³. റെഡി? ഇനി അടുത്ത് നോക്ക്. നോക്ക്, 2³ ഹോൾ സ്ക്വയർ, 2⁻³ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ഇവന്മാർ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അതായത് 2⁻³ × 2, അതായത് 2⁻6 ആണ്. 2⁻6 ആണ്. നമുക്ക് 2⁻4 ഹോൾ ⁻2 എന്ന് പറഞ്ഞാൽ എന്താ? 4 × 2, അതായത് 2⁻8 ആണ്. റെഡി? ഇനി അടുത്ത് നോക്ക്, 2⁻6 ആയ × 2⁻³ 2⁻3. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവന്മാർ രണ്ടാളെയും ആഡ് ചെയ്യാൻ വേണ്ട. അതായത് 2⁻6ഉം 2⁻3ഉം ഇൻറ്റു ചെയ്താൽ എത്രയാ? 2⁻9. 6 + 3 9 ആയിരിക്കും. അതായത് ആൻസർ എത്രയായിരിക്കും? 2⁻9 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 9 + 1 10 ഫാക്ടേഴ്സ് ഉണ്ട്. റെഡി? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് നോട്ട് ചെയ്ത് വെക്കേ. നമുക്ക് ഫാക്ടേഴ്സ് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ബേസുകളിലുള്ള ആൾക്കാർ രണ്ടും പ്രൈം നമ്പർ ആണോ നിങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കണം, എന്നിട്ടേ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റൂ. അപ്പോൾ 8 പ്രൈം നമ്പർ അല്ല, അത് പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ? നമ്മളുടെ ഈ ഒരു ഫാക്ടേഴ്സ് കാണാൻ പോകാൻ. അതുപോലെ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇവിടം വരെ ഓൾറെഡി ചെയ്യും. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും, ഇവിടം വരെ ഓൾറെഡി ചെയ്യും. 2⁻6 എന്ന് പറഞ്ഞാൽ 6 + 1 7 ആൻഡ് 3 എന്ന് പറയുമ്പോൾ 3 + 1 4, 3 × 7 × 4 28 എന്ന് എഴുതും. അതും തെറ്റാണ്. അതായത് നോക്ക്, ഇവിടെ ബേസുകൾ രണ്ടാളും സെയിം ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? 2⁻2 ഇവന്മാർ രണ്ടാളെയും ആഡ് എഴുതിയാൽ മതി. ഇതൊന്ന് മൈൻഡിലേക്ക് വെക്കുക. നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്ത് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് മിസ് ഇവിടെ ചെയ്തത്. അപ്പോൾ നല്ലോണം നോക്കി വെച്ചോ കേട്ടോ, നല്ലോണം നോക്കി വെച്ചോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. What is the area in square centimeter of a rectangle whose diagonal is 17 cm and one side is 15 cm? ഒരു വികർണത്തിന്റെ നീളം 17 സെന്റിമീറ്ററും ഒരു വശം 15 സെന്റിമീറ്ററുമായ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? അതായത് എന്താ ചോദിച്ചത്? നമ്മളോട് പറയുകയാണെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ സെന്റിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അതായത് റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചത്. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ ചോദിച്ചത്. എന്തുണ്ട്? ഇതിന്റെ ഡയഗ്നൽ വികർണത്തിന്റെ നീളം 17 ആണ് ആൻഡ് വൺ സൈഡ് എന്ന് പറയുന്നത് 15 ആണ്. ഈ സൈഡ് കിട്ടിയാലല്ലേ നമുക്ക് എന്ത് പറ്റൂ? നമ്മളുടെ ഇതിന്റെ മൊത്തം നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ. 2 സൈഡ് അറിയാമെങ്കിൽ മാത്രമേ പരപ്പളവ് കാണാൻ പറ്റൂ, ഏരിയ കാണാൻ പറ്റൂ. അപ്പോൾ ഈ സൈഡ് കാണാൻ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇത് നമുക്ക് ചതുരത്തിനൊരു വികർണം വരച്ചു കഴിഞ്ഞാൽ ആ ചതുരം എന്തായി തീരുന്നു? 2 മട്ട ത്രികോണങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു മട്ട ത്രികോണം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡ്സ് അറിയെങ്കിൽ മൂന്നാമത്തെ സൈഡ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? നോക്കി, ഇത്രയേ ഉള്ളൂ പരിപാടി. എന്താണ്? ഇതാണ് 90 ഡിഗ്രി ഉള്ള ഈ ഒരു ആംഗിൾ. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കും ഹൈപ്പോട്ട്ന്യൂസ് അല്ലെങ്കിൽ കർണം. ഇതാണ് ലംബവശങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഈ ലംബവശങ്ങൾ, അതായത് ഇവൻ എന്താ പറയുക? നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് എന്നാ പറയുക, ഇതിനെ ബേസ് എന്നാ പറയുക, ഇതിനെ പാദം എന്നാ പറയുക, ഇതിനെ ലംബം എന്നാ പറയുക. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് എന്ത്? നമ്മളുടെ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി ആരെയാണ് കാണേണ്ടത്? നമ്മളുടെ ഈ ബേസിനെ, അതായത് പാദത്തിനെയാണ് കാണേണ്ടത്. ബേസ് സ്ക്വയർ എന്തായിരിക്കും? ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ഒരൊറ്റ
ഒറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. നമുക്ക് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ബേസ് സ്ക്വയർ എത്രയായിരിക്കും വരിക? ബേസ് സ്ക്വയർ എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 17ന്റെ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 15ന്റെ സ്ക്വയർ. ഓക്കെ, 17ന്റെ സ്ക്വയർ എത്രയാടാ? 17ന്റെ സ്ക്വയർ ഒന്നും അറിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. 17 കാണുക. 7 × 7 49 4 ഉണ്ടാവും. 7 1 7 ആൻഡ് 7 11 ഒരേ 7 1 1 1 289 അങ്ങനെ തന്നെ കാണാം. ഓക്കെ, ഇത് 289 നിന്നും എത്ര കുറയ്ക്കണം? 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ അവസാനം 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ള ഒരു ട്രിക്ക് മിസ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 15ന്റെ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 അത് എഴുതാം. ഇനി 1ന് അടുത്ത നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 എത്രയാ? 2 225 ആയിരിക്കും. ഇനി 25ന്റെ സ്ക്വയർ ആണെങ്കിലോ 5ന്റെ സ്ക്വയർ ആദ്യം എഴുതാം 25. ഇനി 2ന് അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 എത്രയാ? 6 625 ആയിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 225 കുറയ്ക്കുന്നു. എത്ര വരിക? 9 5 പോയാൽ 4, 8 2 പോയാൽ 6, 2 2 പോയാൽ 0, 64 വരിക. 64 ബേസ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ബേസ് എന്തായിരിക്കും? √64. 64 എന്തിൻ്റെ സ്ക്വയറാ? 8ന്റെ സ്ക്വയറാണ്. അതായത് 8 ആയിരിക്കും. 8 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 8 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് 8 ആണോ ചോദിച്ചത്? ഞാനിപ്പോൾ ഒന്ന് സ്റ്റക്കായി. ഇവിടെ 8 ഇല്ലല്ലോ, തെറ്റിപ്പോയോ അത്? നമ്മളോട് എന്താ ചോദിച്ചത്? ഇതിൻ്റെ പരപ്പളവാ ചോദിച്ചത്. പരപ്പളവ് എങ്ങനെയാ കാണാ? ഇവൻ ഇൻറ്റു ഇവനാണ്. 15 × 8 ആണ്. 15 × 8 എത്രയാണ്? 8 5 40 0 4 ശിഷ്ടം 8 1 8 9 10 11 12 120 ആയിരിക്കും എന്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ കാര്യം? സിമ്പിൾ അല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള സംഭവങ്ങളല്ലല്ലോ. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ മറ്റൊന്ന് പറയാൻ മറന്നു. വേറൊരു കാര്യമുണ്ട്. അതായത് ഇതാ നോക്ക്, വേറെ നമ്മളുടെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിൻ്റെ ഡയഗ്നൽ വരച്ചു. ആ ഡയഗ്നൽ വശമായിട്ട് വരുന്ന രീതിയിൽ മറ്റൊരു സ്ക്വയർ ഞാൻ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇത് 98 ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ എങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ, അതായത് 49 ആയിരിക്കും. എപ്പോഴും നമ്മളുടെ ഈ സ്ക്വയറിൻ്റെ ഡയഗ്നൽ വെച്ച് മറ്റൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് ഇവൻ, അല്ലെങ്കിൽ ഇവൻ്റെ ഡബിൾ ആണ് ഇവൻ. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട സമയത്ത് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതെങ്കിലും ഭാഗം മിസ് എനിക്ക് കുറച്ചുകൂടി ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഓർക്കാനുണ്ടെന്ന് തോന്നുന്നു, കുറച്ചുകൂടി പഠിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനും നമ്മളുടെ എജ്യൂപോർട്ട് കൂടെ ഉണ്ട്. അതാണ് നമ്മളുടെ എജ്യൂപോർട്ടിൻ്റെ മിഷൻ USS എന്ന് പറയുന്ന ഫ്രീ ബാച്ച്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങളുടെ USS മക്കളുടെ അത്രയും ആവേശം കണ്ടിട്ട് നമ്മൾ ഫ്രീ ആക്കി തന്നതാണ് ഈ കുറഞ്ഞ ദിവസത്തേക്ക് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അവസാന നിമിഷമാണ്. നിങ്ങൾ ഇനി ഒന്നും വിചാരിക്കരുത് നമ്മളുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, ഫോണിൽ ഇത് ആപ്പ് കയറ്റണോ അങ്ങനെ എങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഫോണിലൊക്കെ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്ത ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ് എടുത്ത് കാണുക. ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കുക. ഓരോ ചാപ്റ്റർ വൈസ് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സസും മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് എഴുതി നോക്കാൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.